Hi friends, നമ്മുടെ ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് കോക്കനട്ട് ബർഫിയാണ്. ഞാൻ ഇവിടെ ക്യാരറ്റും കോക്കനട്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഏകദേശം 250 ഗ്രാം വരും. നമ്മൾ ഏത് കപ്പിലാണോ മെഷർ ചെയ്യുന്നത് അതേ കപ്പിന് എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്യാൻ എടുക്കണം. പിന്നെ ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടിൻ വരും. പിന്നെ ഒരു 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാം വരും ഇത്. പിന്നെ ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും 1/4 കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി മധുരം ഇല്ലാത്തതാണെങ്കിൽ പഞ്ചസാര അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ബദാമും പിസ്താഷ്യോസും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ആവശ്യത്തിന് നെയ്യ് എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഞാൻ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഫ്ലെയിം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇത് കംപ്ലീറ്റ് ബ്രൗൺ നിറം ആവണ്ട. നമ്മളിതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ വെള്ള നിറം ചെറുതായിട്ട് അതിലുണ്ടാവണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് എടുക്കും. തേങ്ങ ഇപ്പോൾ ഒരുവിധം റോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 1/2 ടിൻ കാണും. അപ്പോൾ ഞാൻ ഫ്ലെയിം ലോയിൽ വെച്ചിട്ടാണ് ഇനി ഇത് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏലക്കപ്പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം റോസ് എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ബർഫി. അപ്പോൾ നമുക്കിനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു ബേക്കിംഗ് ട്രേയിൽ ബേക്കിംഗ് ഷീറ്റ് ഇട്ടിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇച്ചിരി നെയ്യ് പുരട്ടിയിട്ട് ഇത് സ്പ്രെഡ് ചെയ്തെടുക്കാം. ബേക്കിംഗ് ഷീറ്റ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അവസാനം ഇത് വലിച്ച് പൊക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ വലിച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ആ പ്ലേറ്റിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുത്താലും മതി. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കോക്കനട്ട് ബർഫി സെറ്റായിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ നമുക്ക് തണുക്കാൻ വയ്ക്കാം. നമുക്കിനി ക്യാരറ്റ് ബർഫി ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്കിനി ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റഡ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കോക്കനട്ട് ബർഫി പോലെ തന്നെ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്യാരറ്റിൻ്റെ കളറ് ചെറുതായിട്ട് മാറി വരും. അപ്പോൾ അതുവരെ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഇതിനി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് പാൽ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ നമുക്കിതൊരു ഫ്ലെയിം ചെറുതായിട്ട് കൂട്ടിക്കൊടുക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട്. ഇത് ഏകദേശം ഒരു 7-8 മിനിറ്റോളം എടുക്കും. പാലിപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറുതായിട്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് അതും ഇനി വറ്റി വരണം നന്നായിട്ട്. ഇപ്പോൾ പഞ്ചസാര ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ചെറുതാക്കിയതിന് ശേഷം
നമുക്കിതിലേക്ക് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, കാരണം പാൽപ്പൊടി ചെറുതായിട്ട് കട്ട പിടിക്കും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്, കാരണം പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മിക്സ്ചർ ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇത് റെഡി ആകുമ്പോൾ ഇത് ആ പാനിൽ നിന്ന് വിട്ട് വരും. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ കോക്കനട്ട് ബർഫിയുടെ മുകളിൽ ക്യാരറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ആൽമണ്ട്സും പിസ്താഷ്യോസും ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് എടുക്കാം. ഉണക്കമുന്തിരിയോ ഡേറ്റ്സോ എന്ത് വേണമെങ്കിലും എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഇതും ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ആ ബർഫിയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായിട്ട് ഒന്ന് പിടിച്ചിരിക്കും. നമുക്കിതിനി കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പേ ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ആവണം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനൊരു 2 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെക്കുകയാണ്. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഫ്രീസറിലിരിക്കുമ്പോൾ അത് നന്നായിട്ട് സെറ്റാവും, നമുക്ക് കട്ട് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു. ഇതിപ്പോൾ റെഡിയായി. നമുക്കിത് പുറത്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ബർഫി നമ്മൾ പുറത്താണ് സ്റ്റോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിൽ കൂടുതൽ വെക്കണ്ട, കാരണം നമ്മൾ തേങ്ങ ഒത്തിരി മൂപ്പിക്കുന്നില്ല ഇതിൽ. അതുകൊണ്ട് അത് കേടാവാൻ സാധ്യതയുണ്ട്. അതേസമയം ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ സുഖമായിട്ട് ഒരാഴ്ച വരെ ഇതിരിക്കും. അപ്പം നമ്മുടെ ക്യാരറ്റ് കോക്കനട്ട് ബർഫി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.